ഹേയ് ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ഏതർ എനർജി. നമ്മൾ ഏതറിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി 3 വണ്ടീസ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് വന്നിട്ട് ഏതറിൻ്റെ 450X ഉണ്ട്, പിന്നെ 450S ഉണ്ട്, അതുകൂടാതെ 450 അപ്പെക്സ് ഉണ്ട്. അപ്പോൾ 3 വണ്ടിയുടെ പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 450S വരുന്നത് 1,09,999 രൂപയ്ക്കും, 450X വരുന്നത് 1,37,999 രൂപയ്ക്കും, 450 അപ്പെക്സ് ടോപ്പ് എൻഡ് വേരിയൻ്റ് വരുന്നത് 1,88,999 രൂപ. അപ്പോൾ അത്രയും റേഞ്ചിലാണ് വണ്ടികൾ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ വണ്ടിയും കൂടി അവർ ആഡ് ചെയ്യാണ്. അങ്ങനെ പേര് വന്നിട്ട് ഏതർ റിസ്റ്റ എന്നാണ്. ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫാമിലി ഓറിയൻറ്റഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി, അതിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതർ റിസ്റ്റയുടെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിലേക്ക് പോകുന്ന മുന്നേയായിട്ട് നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതർ റിസ്റ്റനെ കുറിച്ച് ധാരാളം അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി കുറേ സ്പൈ ഇമേജസ് ഒക്കെ ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി പീപ്പിൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതായത് നമുക്കിപ്പോൾ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഐക്യൂബായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞത് ഐക്യൂബിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആണെന്നാണ് എല്ലാം പറഞ്ഞത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, അത് ആക്ച്വലി റിസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല ഏതർ പറഞ്ഞിട്ടുള്ളത് നിങ്ങളിപ്പോൾ സ്പൈ ഇമേജസ് നോക്കണ്ട, വണ്ടിയുടെ ആക്ച്വൽ ഇമേജസ് ഞങ്ങൾ തന്നെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ കുറേ ഇമേജസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത ഇമേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി 450 സീരീസിൻ്റെ ഒരു വണ്ടിയെ പോലെ അല്ല. കാരണം കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ട് പുതിയൊരു രീതിയിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ TVS iQബിൻ്റെ ഒരു രൂപത്തിലാണ് വണ്ടി വരുന്നത്. അത് മാത്രമല്ല എൻ്റെ സീറ്റ്സ് ഏതർ പറഞ്ഞിരുന്നത് റിസ്റ്റയുടെ സീറ്റ്സ് വൈഡർ ആയിരിക്കും, അത് ലെങ്തിയർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഏതർ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹോണ്ട ആക്ടിവ സീറ്റിനേക്കാളും വലിപ്പം കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാർക്ക് ആദ്യം ചോദിച്ചൊരു കമൻറ്റാണ് അത് എന്ന് വണ്ടി ഇറങ്ങും എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഇപ്പം ഏതറിൻ്റെ ഭാഗത്ത് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ റിസ്റ്റ അങ്ങനെ ഫൈനലി ലോഞ്ച് ആവുകയാണ്. അപ്പോൾ ലോഞ്ചിങ് ഡേറ്റ് പറഞ്ഞത് അവിടെ എന്താ പറയുക കമ്മ്യൂണിറ്റി ഡേ ഉണ്ട്. ഏതറിൻ്റെ കമ്മ്യൂണിറ്റി ഡേ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം വന്നിട്ട് ഏപ്രിൽ 6-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ദിവസം ഇവർ ഒഫീഷ്യലി ഈ വണ്ടി റിസ്റ്റ ലോഞ്ച് ചെയ്യുന്നതാണ് ഏതർ പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ ഒരു ഷെയർഡ് ഇമേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമായിട്ട് കാര്യം മനസ്സിലാകുന്നത് ഉപയോഗിച്ചിരുന്നത് PMSM ഒരു ബെൽറ്റ് ഡ്രിവൺ മോട്ടറാണ്. അപ്പോൾ നല്ല കാര്യമാണ്. നമ്മൾ സാധാരണ BLDC മോട്ടറാണ് നമ്മൾ ഇതിനെ പ്രതീക്ഷിക്കുക. പക്ഷേ കണ്ടിട്ട് അത് ബെൽറ്റ് ഡ്രിവൺ ആണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമുക്കിപ്പോൾ ബെൽറ്റ് ഗാർഡിന് ഒരു കവറും കാണുന്നുണ്ട്. വേറെ കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അപ്പോൾ ഏതർ ആക്ച്വലി നമുക്ക് ഡിസൈൻ വൈസിൽ വ്യക്തമായിട്ട് കാര്യമായ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം സേഫ്റ്റിയുടെ കാര്യത്തിലും എല്ലാത്തിലും ഏതർ വളരെ കാര്യമായിട്ട് തിങ്ക് ചെയ്തിട്ടാണ് വണ്ടി ഇറക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ സീറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് കാരണം നമുക്ക് ധാരാളം ലഗേജ് സ്പേസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്വിറ്റർ ഹാൻഡിൽ അവർ കുറേ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ധാരാളം ലഗേജ് സ്പേസ് എന്തായാലും ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു 40 അടി ഹൈറ്റിൽ നിന്ന് അവിടെ ഒരു ബാറ്ററി ഒരു ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണത്. പക്ഷെ എന്നിട്ട് വേണം ബ്ലാസ്റ്റ് ആകാനോ പല ചാൻസസ് കൂടുതലാണ്. എന്നിട്ട് പോലും അവരെ ടെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, അവർക്ക് അവരുടെ ബാറ്ററിയിലുള്ള വിശ്വാസമാണ്. അപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്നൊരു ഇമ്പാക്റ്റ് വന്നാൽ പോലും ബാറ്ററി ബ്ലാസ്റ്റ് ആകത്തില്ല എന്നാണ് അതിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം നല്ലൊരു റിലയബിൾ ബാറ്ററി ആയിട്ടാണ് അത് മാറുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്കറിയാം ഓലയുടെ കുറേ കേസസ് ഉണ്ട്, കുറേ ബ്ലാസ്റ്റിംഗ് ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും മറുപടിയായിട്ടാണ് ഏതർ വണ്ടി ഇറക്കുന്നത്. അപ്പോൾ എന്തായാലും ഏപ്രിൽ 6-ാം തീയതിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വിടുള്ളൂ. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ഏതർ 450Xൻ്റെ അകത്തുള്ള അതേ ബാറ്ററി സിസ്റ്റം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3.7 കിലോവാട്ടിൻ്റെ ബാറ്ററി സിസ്റ്റം ആയിരിക്കും. നമുക്ക് 115 കിലോമീറ്റർ അടുത്ത് റേഞ്ചും കിട്ടും. ആക്ച്വലി കൺഫേംഡ് ന്യൂസ് അല്ല, ജസ്റ്റ് റൂമേഴ്സ് മാത്രമാണ്. അപ്പോൾ കൺഫേംഡ് ന്യൂസ് കിട്ടുന്നവർക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. അതിനോടൊപ്പം തന്നെ വേറെ കൺഫേം ന്യൂസ് വന്നിട്ടുള്ളത് ഏതർ ഒരു സീക്രട്ട് ആക്സസറീസ് എൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും 6-ാം തീയതി റിവീൽ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമുള്ളത് അവർ ടീസറിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു ബ്ലൂടൂത്ത് എനേബിൾഡ് ഒരു ഹെൽമെറ്റാണ്. അപ്പോൾ ആക്ച്വലി നല്ല കാര്യമാണ്. നമുക്കിപ്പോൾ ഹെഡ് ഓൺ ഡിസ്പ്ലേയും ഒക്കെ ഉള്ളൊരു ഹെൽമെറ്റാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടീസേഴ്സ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ നല്ലൊരു ടെക്നിക്കലി അഡ്വാൻസ്ഡ് ഒരു ഹെൽമെറ്റ് ആയിരിക്കും അത്. ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിരിക്കും, ഹെഡ് ഓൺ ഡിസ്പ്ലേ ഉണ്ടാവും. അപ്പോൾ പല പുതിയ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിനൊപ്പം തന്നെ വേറെ അപ്ഡേറ്റ് ഉള്ളത് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ വണ്ടിക്കകത്ത് ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഓലയുടെ S1 Pro കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉണ്ട്. അതേ സ്ഥാനത്ത് ഏതർ റിസ്റ്റയ്ക്കകത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു കൺഫർമേഷനും ഏതറിൻ്റെ ഭാഗത്ത് പുറത്തു വിട്ടിട്ടുണ്ട്. ഏതറിൻ്റെ ഭാഗത്ത് പുതിയൊരു ടീസർ വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് വീഡിയോ. അതിൽ നമുക്ക് കാണുന്ന പോലെ ഏതർ റിസ്റ്റ വന്നിട്ട് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ചെക്ക് ചെയ്യാണ്. അത് വേറെ ഒന്നല്ല, നമ്മുടെ ബാറ്ററി വന്നിട്ട് IP67 റേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ നിന്ന് വളരെ വ്യക്തമാണ് ഏതർ അവരുടെ ബാറ്ററി എത്ര കോൺഫിഡൻ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വേറെ 2 വീഡിയോസ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഡ്രോപ്പ് ടെസ്റ്റും രണ്ടാമത് വന്നിട്ട് വാട്ടർ ലീക്ക് ടെസ്റ്റുമാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വളരെ വ്യക്തമാണ് ഏതർ അവരുടെ വണ്ടിയിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടിയായിട്ട് മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഏപ്രിൽ 6-ാം തീയതി വണ്ടി ലോഞ്ച് ആവുകയാണ്. അപ്പോൾ ലോഞ്ചായി ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതിയേ. അപ്പോൾ നിങ്ങളെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും.
അടുത്ത എല്ലാ കാര്യങ്ങളും വേണ്ടിയിട്ട് പ്രൈസാണ്. ആക്ച്വലി പ്രൈസസ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏപ്രിൽ 6 അനൗൺസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എന്തായാലും ഫെയിം 2 വന്നിട്ട് ഈ മാസം അവസാനം എക്സ്പയർ ആകുകയാണ്. അപ്പോൾ അടുത്ത മാസം നിങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് 10,000 രൂപ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഏതെന്ന് മാത്രമല്ല എല്ലാ ഇലക്ട്രിക് വണ്ടിക്കും റേറ്റ് കൂടുകയാണ്. അപ്പോൾ അടുത്ത മാസം മുതൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും ഡീറ്റെയിൽസ് കിട്ടുന്ന വരയ്ക്കും വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.